ന്യായപ്പെട്ട സത്യത്തിനും നീതിക്കും ന്യായത്തിനും യോജിച്ച ജഡ്ജിമെൻറ്റ് വിധി. ഇതെല്ലാം വേറെ വിധി അതിനകത്ത് ഒക്കത്തില്ല. തീർച്ചയായിട്ടും പോകില്ല. അപ്പീൽ ഹൈക്കോടതിയിലെ സുപ്രീം കോർട്ട് പോകും, അതിനപ്പുറം കൂടെ അവിടെ പോകും. കള്ളത്തിൽ കൊണ്ട് മാത്രം ഒരു കേസ് ജയിക്കാൻ നോക്കും. ഈ വിധി പ്രതീക്ഷിച്ചിരുന്നാണ്? വിധി ന്യായമായിട്ട് വിധി ഉണ്ടായി പ്രതീക്ഷിച്ചത്, അല്ലാതെ അതിനകത്ത് വേറെ വിധി നടക്കാൻ പ്രയാസമാണ്. തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അവർ പറയുന്നവരെല്ലാം ശിക്ഷിക്കണം. അവരല്ലല്ലോ പറഞ്ഞു ദിലീപിൻ്റെ കാര്യം. ദിലീപിനെ പ്രതിയാക്കിയ ശേഷമല്ലോ ഉണ്ടാക്കുന്നത്. അത് അവർ 5 സ്റ്റേറ്റ്മെൻറ്റുണ്ട്. ആദ്യം ഒരു കേസും ഇല്ല. പിന്നെ ചില അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. ഈ അമ്മയുണ്ട് ഏറ്റവും അടുത്ത കൂട്ടുകാരി രമ്യ നമ്പീശൻ, പിന്നെ ഫിയാൻസി, അവരുടെ എല്ലാം പോലീസിൽ ഏർപ്പെടുത്തിയ മൊഴി കോടതിയിലുണ്ട്. അമ്മയെ വിസ്തരിച്ചില്ല, രമ്യ നമ്പീശനെ വിസ്തരിച്ചു, മറ്റേ വിസ്തരിച്ചു. ആ മൊഴികളിലെല്ലാം ഇതൊക്കെ സിനിമയിലോ അല്ലാതെയോ ഒരു ശത്രുക്കളുമില്ലെന്ന് പറഞ്ഞേക്കുന്നത് അവരുടെ അറിവിൽ. പിന്നെ എങ്ങനെ ശത്രു വന്നില്ല? കൂറുമാറിയെന്ന് പറഞ്ഞാൽ കള്ളമൊഴി പോലീസ് രേഖപ്പെടുത്തിയ മൊഴിയൊന്നും സത്യമല്ലല്ലോ. ഒരു മൊഴി രേഖപ്പെടുത്താൻ കേസിന് ആവശ്യമായിട്ട് മൊഴി രേഖപ്പെടുത്തു, അത് സപ്പോർട്ട് ചെയ്തില്ലെന്നല്ലേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് മൊഴി മാറി പ്രോസിക്യൂഷൻ സാക്ഷിയിലുണ്ട്. ഈ ആദ്യ ചാർജ് കൊടുത്ത DYSP, അതിൽ FI സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തിയ CI, അതിലാദ്യം ഇവരെ കണ്ട തൃക്കാക്കര ACP, അവരുടെ എല്ലാം മൊഴി മാറ്റിച്ചാണ് കോടതി പറയിപ്പിച്ചത്. അവരുടെ എല്ലാം മുൻമൊഴികളുണ്ട്. അവരാരും അങ്ങേർക്കൊന്നും അറിയില്ലല്ലോ. അങ്ങേരെ കൊണ്ട് എന്ത് മൊഴി പറയാനാ? അങ്ങേർക്ക് എന്ത് മൊഴി പറയാനാ PT തോമസിന്? തീർച്ചയായിട്ടും ഇല്ലേ. കേസിന് മൊത്തം ഞാൻ കേസ് നടത്തിയ ആളല്ലേ, മൊത്തം വായിച്ചാൽ എനിക്കറിയാം. എനിക്കറിയാം, പക്ഷെ എനിക്ക് പറയാൻ നോക്കിയില്ല. എനിക്കറിയാം, എൻ്റെ ഊഹങ്ങളല്ല, നമുക്ക് തെളിവൊന്നുമില്ലല്ലോ. അതാലോചിക്കാം, ജഡ്ജ്മെൻ്റ് കാണട്ടെ. ഈ 7 വർഷം ഈ കേസിൽ തന്നെ നീണ്ടൊരു കാലയളവായിരുന്നു. ഇത്രയും ഒരു കേസ് ഞാൻ നടത്തിയിട്ടില്ല. ഞാനിപ്പോൾ 1/2 നൂറ്റാണ്ട് കഴിഞ്ഞ് കേസ് നടത്തി തുടങ്ങിയിട്ട് ഇതുപോലെ ഒരു തെളിവും സത്യമായിട്ടൊരു തെളിവില്ലാത്ത ഒരു ചാർജ് കണ്ടിട്ടുമില്ല. ഈ കാലം അത്രയും ഈ കേസിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ സാറിനെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരുന്നു? ഒരു കള്ളക്കേസ്. അതെ, ഇപ്പം ഞാൻ ആ കേസ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നടക്കത്തില്ല. ഞാൻ എൻ്റെ കാലിൻ്റെ ഓപ്പറേഷൻ പോലും മാറ്റിയത് ഈ കേസ് കൊണ്ട്. 2020 ജാനുവരി കേസ് തുടങ്ങി. 2021 ഡിസംബർ ആയപ്പോഴത്തേക്ക് 200 സാക്ഷികൾ വിസ്തരിച്ച് കഴിഞ്ഞു. ലാസ്റ്റ് വിറ്റ്നസ് ബൈജു പൗലോസ്, അയാളുടെ മൊഴിയെടുക്കാൻ വേണ്ടി വെച്ച ദിവസമാണ്. അന്ന് പ്രോസിക്യൂട്ടർ ഒരു കാര്യമില്ല ഇറങ്ങിപ്പോയി. അതുകൊണ്ട് പെറ്റീഷൻ കൊടുത്തു, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ. അയാൾ കോടതി ഹാജരായില്ല. അങ്ങനെയാണ് മാറിപ്പോകുന്നത്. അല്ലെങ്കിൽ 2022 ഏപ്രിൽ തീരേണ്ട കേസ്. ഒരു കാരണമില്ല. വിചാരണ വൈകാൻ കാരണം ഞങ്ങളെവിടെ സ്റ്റേ വാങ്ങിച്ചിട്ടുണ്ടോ? ഒരിടത്തും സ്റ്റേ ഇല്ലല്ലോ. പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്, ഒരിടത്തും സ്റ്റേ വാങ്ങിച്ചിട്ടില്ല. ആകെയുള്ള സുപ്രീം കോടതി മാത്രം 7 മാസം ഡോക്യുമെന്റ് കിട്ടാൻ വേണ്ടി. അത് പ്രോസിക്യൂഷൻ അന്യായമായി പെരുമാറിയതിനെതിരെ പോയതാണ്. ശേഷം സുപ്രീം കോടതി പോയത് പ്രോസിക്യൂഷൻ മാത്രമാണ്. ജഡ്ജി വക്കീലന്മാരെ ഇതിപ്പോൾ അവർ പ്രതിയെ വേട്ടയാടി. ദിലീപിന്റെ വീട്ടുകാരെ, അവരുടെ സുഹൃത്തുക്കളെ, ഇവരെ എല്ലാം മോശക്കാരായി കഴിഞ്ഞിട്ടാണ് ഈ പോലീസിലെ ക്രിമിനൽ സംഘം അഭിഭാഷകരെ, കേസ് നടത്തിയ ജഡ്ജിമാരെ, ഇവരെ എല്ലാവരെയും അധിക്ഷേപിച്ചത്. ഈ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയാണ് ഈ കേസിൽ പിന്നീട് നിർണായകമായി വന്നൊരു കാര്യം. അത് ബാലചന്ദ്രകുമാറിനെ പോലീസ് ഇറക്കിയതാണ് എന്ന് തോന്നുന്നു. അതൊരു കൂട്ടുകാരുടെ ഭാഗം മാത്രമാണ്. അത് അന്ന് ഒരു തെളിവില്ലാണ്ടല്ലേ ബൈജു പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ മൊഴി കൊടുക്കാൻ പോയത്. ഒന്നുമില്ല ആ സമയത്ത്, ഒന്നും വാദിക്കാൻ പോലും ഇല്ലാത്ത കേസായിരുന്നു. അത് കഴിഞ്ഞാണ് ഇയാളെ ഇറക്കി കുറേ തെളിവുകളൊക്കെ വന്നിട്ട് ഒന്നും ചേർന്ന് പോകുന്നില്ല. എല്ലാം ഡിസ്പ്രൂവ് ചെയ്തു, പറയുന്നതെല്ലാം കള്ളുവാന്നുള്ളത്. അത് പ്ലാൻഡ് ആയിരുന്നു. 100% പ്ലാൻഡ് ആയിരുന്നു. അതിന്റെ എവിഡൻസ് കോടതിയിലും ഉണ്ട്. അത് ഞാൻ പറയുന്നത്. ദിലീപിന്റെ അഭിഭാഷകൻ ആദ്യം നടത്തി ചാർജ് കൊടുത്ത് ട്രയൽ, ഫസ്റ്റ് ചാർജില്ലേ, അതാണ് ഇപ്പം കോടതി ഫൈൻഡ് ചെയ്തിരിക്കുന്നത്. ആദ്യം അന്വേഷിച്ച് കൊടുത്ത ചാർജ് ഫൈനൽ റിപ്പോർട്ട്, അതിലെ ആരോപണം കോടതി വിശ്വസിച്ചു
അവരെല്ലാം ശിക്ഷിക്കുകയും ചെയ്തു 6 പേര്. ഏഴാം പ്രതി ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് ദിലീപിനെ പ്രതിയാക്കുന്നതിന് മാത്രമായിട്ട് ഒരു സീനിയർ ഉദ്യോഗസ്ഥ ആ ടീമിലെ ഏറ്റവും ജൂനിയറായിട്ട് വൈദ്യുതി പോലീസിനെ അന്വേഷണം ഏൽപ്പിച്ചു. അവിടെ DYSPമാരുണ്ട്, SP-മാരുണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നാണ് ദിലീപിനെ വിട്ട് ഞാൻ കയറുന്നത്. ആ സീനിയർ ഉദ്യോഗസ്ഥരെ പിന്നീട് ആ കേസിൽ നിന്ന് ആ ചുമതലയിൽ നിന്ന് പെട്ടെന്ന് നീക്കിയത് സർക്കാരിനെ ബോധ്യപ്പെട്ടിട്ടാണോ? നീക്കിയില്ല, എല്ലാവരും ഉണ്ട്, എല്ലാവരും ടീമിലുണ്ട്. പൊളിറ്റിക്കൽ പ്രാധാന്യമില്ലാത്ത അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ ഒന്നും അല്ലാത്ത ഒരാളെ എന്തിനാണ് ഇങ്ങനെ ഒരു ഗൂഢാലോചന നടത്തിയ ഒരു കേസിൽ കൊടുക്കുന്നത്? അതിപ്പോ എന്നോട് ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞു. ഞാൻ സാറിന്റെ ഒരു നിഗമനത്തിന് അത് പല സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഒരു സീനിയർ ഉദ്യോഗസ്ഥയ്ക്ക് പങ്കുണ്ടെന്ന് എൻ്റെ ഒരു വിശ്വാസം, തെളിവുണ്ട്. ഈ ദിലീപിനെ ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വിചാരിക്കുന്നത്? പോലീസ് ഉദ്യോഗസ്ഥ സീനിയർ ഉദ്യോഗസ്ഥ ആദ്യഘട്ടത്തിലും അവസാനം വരെ ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നു. അവര് ഗൂഢാലോചന നടത്തിയതാണെന്ന് സംശയിക്കുന്നുണ്ട്. അവരെ പങ്ക് ഞാൻ പരമായിട്ട് സംശയിക്കുന്നുണ്ട്. IGP സന്ധ്യ ആ അതെല്ലാം ജഡ്ജിമെൻ്റ് കണ്ടു പറയാം. ജഡ്ജിമെൻ്റ് നിങ്ങൾ ആലോചിക്കുക, ഒരു കേസിൻ്റെ അന്വേഷണം കഴിച്ച് വിസ്താരം 200 സാക്ഷി വിസ്തരിച്ച് കഴിഞ്ഞിട്ട് വേറൊരു ക്രൈം രജിസ്റ്റർ ചെയ്യുക, ക്രൈം നമ്പർ 6 എന്ന് പറയുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥ പരാതിക്കാരനായിട്ട് ദിലീപ് കൊല്ലാൻ ഗൂഢാലോചന ഒരു കാര്യമില്ലാതെ ഒരു കേസ് കൊണ്ടുപോകും. ഒരു കാര്യം എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു തെളിവിനൊരു മെമ്മറി കാർഡ് ഉണ്ടാക്കണം. മെമ്മറി കാർഡ് ഒരു റിക്കവറി നടത്തിയില്ലേ ഒക്കത്തുള്ളൂ. റിക്കവറി നടത്താൻ പ്രത്യേക കസ്റ്റഡി എടുക്കണം. അതിനുവേണ്ടി ദിലീപിൻ്റെ പ്രായമായ അമ്മ ഒഴിച്ച് ബാക്കി എല്ലാവരെയും പ്രതിയായിക്കൊണ്ട് ക്രൈം രജിസ്റ്റർ ചെയ്തു. എന്തുണ്ടായ കേസിന് അന്ന് രജിസ്റ്റർ ചെയ്തു. ഇപ്പം ഇല്ല, 3 കൊല്ലം കഴിഞ്ഞു. ഒരു അന്തിമ റിപ്പോർട്ട് കൂടെ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഒറ്റ ഉദ്ദേശം, ദിലീപിനെ അല്ലെങ്കിൽ ആരെങ്കിലും കസ്റ്റഡി എടുത്തിട്ട് വൈദ്യുതി പോലീസിൻ്റെ ഇതിൻ്റെ കോപ്പിയുണ്ട്, പെൻഡ്രൈവ് ഉണ്ട്. അന്ന് ഞാൻ പെറ്റീഷൻ കൊടുത്തു, ആ പെൻഡ്രൈവ് കോടതി ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനു വേണ്ടിയാണ് വെച്ചേക്കൊണ്ടിരിക്കുക, അതിനുവേണ്ടി കേസെന്നും പറഞ്ഞ് ജില്ലാ കോടതി പെറ്റീഷൻ കൊടുത്തു. പക്ഷെ ഹാജരാക്കിയില്ല, അതിനുവേണ്ടി മാത്രം കേസുണ്ടാക്കി. പിന്നൊന്നും നടന്നില്ല. സാറിന് തോന്നുന്നത് ഈ കേസിലെ ഗൂഢാലോചന എവിടെ നടന്നിരിക്കുന്നത്? അത് ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഇതല്ലേ കാരണം ഈ അതിജീവിതയ്ക്ക് ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട പ്രതികളുമായി വ്യക്തിവിരോധം ഉള്ള എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് പറയാനുണ്ട്. ദിലീപിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ദിലീപ് നേരത്തെ ഉന്നയിച്ച ഒരു ആരോപണത്തിന്റെ ഭാഗമായി തന്നെ അദ്ദേഹം ഇതിലെ ഒരു ഉദ്യോഗസ്ഥയ്ക്കുള്ള ഗൂഢാലോചന എന്ന ഒരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. തെളിവുകളൊന്നും തന്നെ അവശേഷിപ്പിക്കാത്ത ഒരു കേസ് എന്നതാണ് ഇല്ലാതെ ഇതൊരു കള്ളക്കേസ് എന്നതുകൊണ്ടാണ് 8 വർഷം നീണ്ട ഈ നടപടിയിലെ താൻ ഭാഗമായത്. അതുകൊണ്ട് ഈ കേസ് ഏറ്റെടുത്ത് നടത്താൻ തീരുമാനിച്ചതും അതിന്റെ ഭാഗമാണ്. ഇത് പൂർണ്ണമായും ഒരു കള്ളക്കേസാണ്. ഈ വിധി ഇങ്ങനെയല്ലാതെ മറ്റൊരു വിധി വരാൻ ഇടയില്ല. കാരണം തെളിവുകളൊന്നും തന്നെ ഇല്ലാത്ത ഒരു കള്ളക്കേസ്, കെട്ടിച്ചമച്ച കേസായതുകൊണ്ട് തന്നെ മറിച്ച് ഒരു വിധി വരാനുള്ള ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല എന്നാണ് ദിലീപിന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ബി രാമൻപിള്ള ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. തന്റെ കാലിന്റെ ഓപ്പറേഷൻ വരെ മാറ്റിവെച്ചത് ഈ കേസിന്റെ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ ഭാഗമായിട്ടാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.